തുടങ്ങാം. ബോള് കൊണ്ടുവരൂ. നിനക്കെന്താ വട്ടുപിടിച്ചോ ബണ്ണി? മാമ്പഴം വേണമെങ്കിൽ നമുക്കത് കടയിൽ നിന്നും വാങ്ങാമല്ലോ. ആ അതും അല്ലെങ്കിൽ ഞാൻ മരത്തിൽ നിന്ന് പറിച്ചു തരാന്നേ. സംശയമുണ്ടോ? പോപ്പട്ടെ, ഞങ്ങൾ പൂച്ചകളാണ്. അതിന് ഞാൻ നീ കൊരങ്ങാണെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ പൂച്ചയാണെങ്കിൽ പിന്നെ നീ പറയേണ്ട ആവശ്യത്തിരിക്കുന്നു ഞാൻ കൊരങ്ങാണെന്ന്. നീ ഒരു കഴുതയാ. ആ എന്നാ പൂച്ചയോ ആണല്ലോ. കഴുത എന്ന് വിളിച്ചാലും കൊരങ്ങെന്ന് വിളിച്ചാലും പൂച്ച പൂച്ചയല്ലേ. ഞാൻ പറഞ്ഞ നമ്മൾ പൂച്ചകളാണെന്നാ. നമുക്ക് മരത്തിൽ കയറി പറിക്കാമല്ലോ. പക്ഷെ കല്ലെറിഞ്ഞ് മാങ്ങ വീഴ്ത്തുന്നത് ഒരു രസമാ. പക്ഷേ ഒന്നുപോലും ലക്ഷ്യത്തിൽ കൊള്ളുന്നില്ലല്ലോ. ഓ ഓ അടിച്ചു പൊളിച്ചു തിമിർത്തു. എന്താ ഒരു ഉന്നം. ഇനിയാണ് രസം. ബൈ ബൈ. അവര് വന്നിട്ട് 2 മിനിറ്റിനുള്ളിൽ മാങ്ങയും പറിച്ചോണ്ട് പോവുകയും ചെയ്തു. ഞങ്ങൾ ശ്രമിച്ചിട്ട് ഒന്നും തന്നെ കിട്ടിയില്ല. നിങ്ങളിവിടെ മാങ്ങ പറിച്ചോണ്ടിരിക്കുകയാണോ? അവിടെ നിങ്ങളുടെ പൂക്കളെല്ലാം കാക്കകൾ തിന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത്? എടാ കള്ള കാക്കേ, നിക്കടവിടെ. ഈശ്വര, ഒന്നിനു പുറകെ 4 ചീറ്റിംഗ്. ബണി എന്നെ രക്ഷിക്കടാ. കിറ്റി, അങ്ങോട്ട് നോക്ക് എന്താ സംഭവിക്കുന്നെന്ന്. എന്റെ അമ്മോ, ഒന്നുപോലും കൊണ്ടില്ലല്ലോ. നീ ഞങ്ങളുടെ പഴം കഴിച്ചല്ലേ? നിനക്കുള്ള പണി ഞാൻ ഇപ്പൊ തരടാ. സോറി ഹണി. ഒരു കുഴപ്പമില്ല. ഇനി മുകളിലേക്ക് എറിയ. സോറി. കണ്ടില്ലേ കിറ്റി, എന്തുമാത്രം ഉന്നമാർക്കൊക്കെ. വാവ്. മാവിലെ മാങ്ങയെല്ലാം കാക്കകൾ തിന്നു. കവിത ചൊല്ലാതെ എനിക്ക് കൈയടിയും വന്നു. അടികൈ. ഇത് നിങ്ങളുടെ കവിതകൾക്കല്ല, ഇവരുടെ എല്ലാം മുന്നം കറക്റ്റ് ലക്ഷ്യത്തിൽ കൊണ്ടത് കൊണ്ടുള്ള കൈയടിയാണ്. സണ്ണി പറയുന്നതൊക്കെ കണ്ടാ തോന്നും അവനെന്തോ സമർത്ഥമായിട്ട് ഉന്നം പിടിക്കാൻ അറിയാമെന്നാണ്. എന്താ സംശയമുണ്ടോ? പോപ്പട്ടെ, ഇനിയിപ്പൊ നീ എന്തോന്ന് പറയൂ? അല്ല, നീ എന്തോന്ന് പറയാൻ പോവുക? മാങ്ങയ്ക്ക് എറിഞ്ഞ കല്ലും കൊണ്ടില്ല, കാക്ക എറിഞ്ഞ കല്ലും കൊണ്ടില്ല. കുട്ടിക്കാലത്ത് എനിക്കൊരു സൈക്കിൾ ഉണ്ടായിരുന്നു. മാങ്ങയ്ക്ക് കല്ലെറിയുന്നതിൽ എനിക്ക് നല്ല ഉന്നമായിരുന്നു. അടികൈ. സാറ് അപ്പൊ കാക്കയെ ഓടിക്കായിരുന്നു? അല്ല, ഞാൻ സിത്തോലിയ കളിച്ചിരുന്നു. ഈ 7 സ്റ്റോൺ കളി എന്ന് വെച്ചാ എന്താ? ഒരു ഗെയിമാണ്. ഒന്നിന്റെ മുകളിൽ 7 കല്ലുകൾ വെക്കും. എന്നിട്ട് അതിനെ 7 ബോളുകൾ കൊണ്ട് എറിഞ്ഞു വീഴ്ത്തും. ഇങ്ങനെയുള്ളൊരു നല്ല കളിയാ. കല്ലെല്ലാം വീഴ്ത്തുന്നുണ്ടെങ്കിൽ അത് പിന്നെയും കൂട്ടി വെക്കേണ്ട ആവശ്യം എന്താ? കല്ലൊക്കെ കൂട്ടി വെക്കാനാണെങ്കിൽ പിന്നെ എറിഞ്ഞു വീഴ്ത്തുന്നത് എന്തിനാ? ഇതാണ് ഗെയിം. കല്ലുകൾ കൂട്ടിവെക്കുന്ന സമയത്ത് മറുഭാഗത്തുള്ള ടീം ബോൾ അടിക്കും. ബോളിൽ നിന്നും രക്ഷപ്പെടേണ്ടതുണ്ട്. കല്ലിനാണോ? അല്ല, പ്ലെയേഴ്സിന്. ബോൾ എങ്ങാനും കൊണ്ടാ ഔട്ടാകും. അപ്പൊ ബോള് കൊണ്ടില്ലെങ്കിൽ പിന്നെ കല്ലെങ്ങനെ വീഴുക? കല്ല് വീഴ്ത്താൻ പാടില്ല, കൂട്ടാനേ പാടുള്ളൂ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. സണ്ണി, നിനക്കേതായാലും നല്ല ഉന്നമില്ലേ? എന്നാ പിന്നെ നമുക്ക് ഗെയിം കളിച്ചാലോ? ഞാനും കളിക്കും.
കിറ്റി എന്റെ ടീമാണ്. ഓക്കേ. അല്ലല്ല, ഞങ്ങൾക്ക് സിത്തോരയൊന്നും കളിക്കാൻ താല്പര്യമില്ല. എന്റെ വീട്ടിൽ ഇന്നൊരു പുതിയ ക്ലോക്ക് വെച്ചു. മാച്ചിന് മുമ്പേ ദേ ബണ്ണി പേടിച്ചു. അടികൈ കൈ അടിക്കുന്നതൊക്കെ ഞങ്ങൾ ജയിച്ചതിന് ശേഷം മതി. സംശയമുണ്ടോ? ഓക്കേ, എന്നാൽ 1 മണിക്കൂറിൽ ഗ്രൗണ്ടിൽ കാണാം. നിങ്ങളുടെ 6 പ്ലേയേഴ്സിനെയും കൊണ്ട് അങ്ങോട്ടേക്ക് വന്നേക്ക്. ഓക്കേ. കിറ്റി വാ പോകാം. ബോൾ നമുക്ക് കൊണ്ടുവരാം. കാരണം ഇവരുടെ കയ്യിൽ കാശൊന്നും ഉണ്ടാകില്ലല്ലോ. സണ്ണിയുടെ ടീമിനെ തോൽപ്പിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ കിറ്റിയുടെ മുമ്പിൽ നമ്മളെ മാനം പോവും. സണ്ണിയുടെ ടീം എവിടെ? ഈ 4 പേരുടെ ഉന്നം വളരെ കൃത്യമാണ്. അതുകൊണ്ടാണ് ഇവരെ എന്റെ ടീമിലേക്ക് എടുത്തത്. ടോസ് ഇട്ടല്ലോ. ആദ്യമായിട്ട് ആരാണ് സിത്തോരെ പഠിക്കുക? ഓക്കേ. ആദ്യത്തെ ചാൻസ് എനിക്ക് തരൂ ബണ്ണി. ഓക്കേ. യെസ്. നീ എന്തിനാ ഓക്കെ പറഞ്ഞത്? ബണ്ണി പറഞ്ഞതുകൊണ്ട് കൂടെ ഞാനും ഓക്കെ പറഞ്ഞതേ ഉള്ളൂ. കഴുതേ, അവൻ ടോസിനാണ് ഓക്കെ പറഞ്ഞത്. എന്നാ നമുക്ക് തുടങ്ങാം. തുടങ്ങാം. ബോള് കൊണ്ടുവരൂ. രണ്ടും ഔട്ടായി. സംശയമുണ്ടോ? ബണി എറിയ. വേണ്ടടാ, കിറ്റിയുടെ ദേഹത്ത് കൊള്ളും. അതങ്ങനെയൊന്നും കൊള്ളരുതേ. ഇങ്ങോട്ടതാ. ഔട്ടായി. മനസ്സിലായോ? ഔട്ട്. Go Sunny, go. അടിച്ചു പൊളിച്ചു തീർത്തു. നിന്റെ ഉന്നം സൂപ്പർ ആയിരുന്നു ബണി. എനിക്ക് അല്ലെങ്കിലേ മനസ്സിലായിരുന്നു ഞങ്ങളുടെ ഉന്നം ശരിയല്ല എന്നുള്ളത്. അതുകൊണ്ടാ ഞങ്ങൾ നിനക്ക് ബോൾ പാസ് ചെയ്തത്. അതുകൊണ്ട് ബണ്ണിക്ക് കിട്ടി. വലിയ ഉന്നക്കാരാണെന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് ഇത്ര പെട്ടെന്ന് ഔട്ടായോ? ഉന്നം വെക്കാനേ ഞങ്ങൾക്ക് അറിയാവൂ. ഉന്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അറിയില്ല. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇവരെ കൊണ്ട് 2 കല്ലുപോലും കൂട്ടി വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. ബണ്ണി, ജയിക്കാൻ പോകുന്നത് ഞാൻ തന്നെയാ. നമുക്ക് കാണാം. ഇത് ചീറ്റിംഗ് ആണ്. സംശയമുണ്ടോ? ഹണി ക്യാച്ച്. കഴുതേ, നീ എന്തിനാ ബോൾ ക്യാച്ച് ചെയ്തേ? ഞാൻ മറന്നുപോയി എറിയുന്നതിന് പകരം രക്ഷപ്പെടണമെന്ന്.
എന്റെ കിറ്റി, നീ ബോൾ എവിടേക്ക് എടുത്തെറിഞ്ഞത്? അതെ, ഇത് ചീറ്റിങ്ങാ. കർത്താ, എല്ലാവരുടെ സുഹൃത്താ, ധൈര്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് ഔട്ട് ചെയ്ത് നോക്ക്. ഡക്കിടിക്ക്, ഡക്കിടിക്ക്. അല്ല, ഇത് എന്താ ഈ ചെയ്യുന്നത്? ബണ്ണി ദാ ഇവിടെ കല്ല് കൂട്ടുവോ? കർത്താ, എല്ലാവരുടെയും സുഹൃത്ത. അവസാനത്തെ കല്ലാണ്. ബണി, നമ്മൾ ജയിച്ചു കൂട്ടുകാരെ, ലവ് യു. എന്തൊരു ടൈമിംഗ് ആയിരുന്നു നമുക്കൊക്കെ. ബണ്ണി നീ നന്നായിട്ട് കളിച്ചു. കൺഗ്രാറ്റുലേഷൻസ്, ഈ മാച്ച് നിങ്ങൾ തന്നെ ജയിച്ചു. സണ്ണി, ഇത് ജയിക്കാൻ വെറും ഉന്നം മാത്രം പോരാ, നല്ല കൂട്ടുകാരുടെയും ആവശ്യമുണ്ട്. സംശയമുണ്ടോ? കർത്താ, അന്തോ, എല്ലാം ഞങ്ങൾ കണ്ടു.